बिस्मिल्लाहिर्रहमानिर्रहीम अल्हम्दुलिल्लाह नहमदुहु व नस्तईनुहु व नस्तगफिरुहु व नस्तहदीह व नु'मिनु बिही व नतवक्कलु अलैहि व नऊज़ु बिल्लाहि मिन शुरूरि अनफुसिना व मिन सय्यिआति अअमालिना मन यहदिहिल्लाहु फला मुदिल्ल लहु व मन युद्लिल फला हादिय लहु व अशहदु अन ला इलाहा इल्लल्लाहु वहदहु ला शरीक लहु وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ഇസ്ലാമിന്റെ നിയമനിർദ്ദേശങ്ങൾ തെളിവുകളോടെ പഠിക്കുകയും ജീവിതത്തിൽ കൃത്യമായി അത് പകർത്തുകയും ചെയ്യുന്ന സച്ചരിതരായ സത്യവിശ്വാസികളിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉരുവിട്ട് മരണമടയാൻ ഭാഗ്യം ലഭിക്കുന്നവരിൽ അള്ളാഹു നമ്മയെല്ലാം ഉൾപ്പെടുത്തുമാറാകട്ടെ. യൗമ തബിയല്ലു വുജൂഹുൻ വ തസ്വദ്ദു വുജൂഹ് ഫഅമ്മൽ ലദീന സ്വദ്ദത് വുജൂഹുഹും അകഫർതും ബഅദ ഈമാനിക്കും ഫദൂഖുൽ അദാബ ബിമാ കുൻതും തക്ഫുറൂൻ. സൂറ ആല ഇംറാനിലെ 106-ാമത്തെ ആയത്ത്. ചില മുഖങ്ങൾ വെളുത്തതായിട്ടുള്ള ദിവസം, മറ്റു ചില മുഖങ്ങൾ കറുത്തതായിരിക്കുന്ന ദിവസം. ആരുടെ മുഖമാണോ കറുത്തത്, ഈമാനിന് ശേഷം കുഫറിലേക്ക് നിങ്ങൾ മടങ്ങുകയാണോ, അങ്ങനെയുള്ള ആളുകൾ നരകശിക്ഷ നിങ്ങൾ ആസ്വദിച്ചുകൊള്ളുക, നിങ്ങൾ കുഫറിലേക്ക് വന്നിരുന്നതിനാൽ എന്ന് പറയപ്പെടും എന്നുള്ളതാണ്. പരലോകത്ത് വിചാരണ കാത്തിരിക്കുന്ന സമയത്ത് സ്വർഗം കൊണ്ട് സൗഭാഗ്യം ലഭിച്ച ആളുകളൊക്കെയും മുഖപ്രസന്നതയുള്ളവരും വെളുത്ത മുഖമുള്ളവരുമായിരിക്കും. എല്ലാവരും മഹ്ശറിൽ. നരകം വിധിക്കപ്പെട്ട മുഴുവൻ ആളുകളും കറുത്തിരുണ്ട മുഖവുമായിട്ടാണ് പരലോകത്ത് മഹ്ശറിൽ അവർ വിചാരണയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. തൊട്ടടുത്ത ആയത്തിൽ, അതായത് ആല ഇംറാനിലെ 107-ാമത്തെ ആയത്തിൽ, വഅമ്മല്ലദീന ബിയല്ലത്തു വുജൂഹുഹും, ആരുടെ മുഖമാണോ അന്ന് വെളുത്തിരിക്കുന്നത്, ഫഫീ റഹ്മത്തില്ല, അവൻ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിലാണ്, ഹും ഫിഹാ ഖാലിദൂൻ, അവർ സ്വർഗത്തിൽ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ അനശ്വരരാണ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഈ ആയത്തുകൾ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ മുഖം വെളുത്തവർ എന്ന് പറഞ്ഞാൽ അവർ അഹ്ലുസുന്നയുടെയും അഹ്ലുൽ ഇഖ്തിലാഫിന്റെയും ആളുകളാണ് എന്ന് പറഞ്ഞാൽ സുന്നത്തിന്റെയും സ്വഹാബത്തിനോട് ചേർന്ന് നിൽക്കുന്ന അഹ്ലുസുന്നത്തി വൽ ജമാ, അവരാണ് വെളുത്ത മുഖമുള്ളവർ. അതിൽ നിന്ന് വ്യതിചലിച്ചവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിൽ നിന്നും സ്വഹാബത്തിന്റെ മാർഗത്തിൽ നിന്നും വ്യതിചലിച്ചവരാണ് കറുത്ത മുഖവുമായി മഹ്ശറിൽ ഉണ്ടാവുക എന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തത്, യഖ്ബിലുല്ലാഹുൽ അർള, അല്ലാഹു ഭൂമിയെ പിടിക്കും, വയത്വി സമാഅ ബിയമീനി, അവന്റെ വലങ്കരം കൊണ്ട് ആകാശത്തെ ചുരുട്ടും, സുമ്മ യഖൂൽ, എന്നിട്ട് അല്ലാഹു പറയും, അനൽ മലിക് ഐന മുലൂക്കുൽ അർള്, ഞാനാണ് രാജാവ്. ദുനിയാവിലെ രാജാക്കന്മാരൊക്കെ എവിടെ പോയി? സ്വഹീഹ് ബുഖാരിയിൽ നമുക്കിത് കാണാം. വജാഅ റബ്ബുക വൽ മലകു സഫൻ സഫാ വജീഅ യൗമഇദിൻ ബിജഹന്നം, റബ്ബും മലക്കുകളും അണിയണിയായി വന്നു, നരകാഗ്നി കൊണ്ടുവരപ്പെട്ടു. ഇതൊക്കെ നമ്മൾ നേരത്തെ വിശദീകരിച്ചു. ഇങ്ങനെയാണ് വിചാരണക്കുള്ള ഒരു കളമൊരുങ്ങുന്നത്. യൗമ തുബദ്ദലുൽ അർളു ഗൈറൽ അർളി വസ്സമാവാത്, ഭൂമിയും ആകാശങ്ങളും ഇപ്പോൾ കാണുന്നതല്ലാത്ത മറ്റൊന്നായി മാറ്റിമറിക്കപ്പെടും.
വബറസൂ ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ, സൃഷ്ടികളെല്ലാം അടിമകളെല്ലാം ഏകനും സ്വേച്ഛാധികാരിയുമായ അള്ളാഹുവിന്റെ അരികിലേക്ക് വെളിപ്പെടും. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നു, ഖാലത്ത് ഇന്നമാ നസല അവ്വല മാ നസല മിൻഹു സൂറത്തുൻ മിനൽ മുഫസ്സൽ ഫീഹാ ദിക്റുൽ ജന്നത്തി വന്നാർ. ആദ്യകാലങ്ങളിൽ അവതരിച്ചിട്ടുള്ള അഥവാ മക്കയിൽ വെച്ച് അവതരിച്ചിട്ടുള്ള മിക്കവാറും സൂറത്തുകളൊക്കെ സംക്ഷിപ്തമാണ്, ചെറിയ ചെറിയ സൂറത്തുകളാണ്. അതിൽ സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചുമൊക്കെയുള്ള പരാമർശങ്ങളുണ്ട്. ഹത്താ ഇദാ സാബന്നാസു ഇലൽ ഇസ്ലാം, അങ്ങനെ ജനങ്ങളെല്ലാം ഇസ്ലാമിലേക്ക് ചാടി വരുന്നത് വരെ ഇത്തരം ആയത്തുകളാണ് ഇറങ്ങിയിട്ടുള്ളത്. ജനങ്ങൾ ഇസ്ലാം സ്വീകരിച്ചതിനു പിറകിൽ, ധാരാളം ആളുകൾ ഇസ്ലാമിലേക്ക് വന്നതിന് പിറകിൽ നസലൽ ഹലാലു വൽ ഹറാമു, ഏതൊക്കെയാണ് ഹലാല് ഏതൊക്കെയാണ് ഹറാമ് എന്ന് അതിന്റെ പിന്നാലെ നിയമങ്ങൾ അവതരിച്ചു. വലൗ നസല അവ്വല ശൈഇൻ ലാ തശ്റബുൽ ഖംറ, ഹലാൽ ഹറാമുകളുടെ നിയമങ്ങളായിരുന്നു ആദ്യം അവതരിച്ചിരുന്നത് എങ്കിൽ വിചാരണയെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചുമൊക്കെ പ്രസ്താവിക്കുന്നതിന് മുമ്പ് കള്ളുകുടിക്കരുത് എന്നാണ് പറഞ്ഞിരുന്നത് എങ്കിൽ ലഖാലു, അവിടെയുള്ളവർ പറയുമായിരുന്നു, ലാ നദഉൽ ഹംറ അബദ, ഒരിക്കലും ഞങ്ങൾ കള്ളൊഴിവാക്കൂല. വലൗ നസല ലാ തസ്നു, വ്യഭിചരിക്കരുത് എന്നാണ് ആദ്യമേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നെങ്കിൽ ലഖാലു, മക്കയിലുണ്ടായിരുന്നവർ പറയുമായിരുന്നു, ലാ നദഉൽ സിന അബദ, ഒരിക്കലും ഞങ്ങൾ വ്യഭിചാരം ഉപേക്ഷിക്കുകയില്ല. കാരണം അവരുടെ ജീവിതത്തിൽ ഊട്ടപ്പെട്ട കാര്യങ്ങളാണ്. ലഖദ് നസല ബിമക്കത അലാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഇന്നി ലജാരിയത്തുൻ അലബ്, ഞാൻ കളിക്കുന്ന പ്രായത്തിലുള്ള ചെറിയ പെൺകുട്ടിയാണ്. മുഹമ്മദ് നബിക്ക് മക്കയിൽ വെച്ച് ഖുർആൻ ആയത്തുകൾ അവതരിച്ചു. അതിലൊന്ന് ബലിസാഅതു മൗഇദുഹും വസാഅതു അദ്ഹാ വഅമർ, അന്തിമനാൾ എന്ന് പറഞ്ഞാൽ അതാണ് അവർക്കുള്ള വാക്ക്. നമ്മളോട് അല്ലാഹു വാഗ്ദത്തം ചെയ്ത സംഗതി ഈ ദുനിയാവിലെ ജീവിതത്തിന്റെ അനന്തരം പരലോകമാണ്. അന്തിമനാളാകട്ടെ അദ്ഹാ വഅമർ, അത് ഏറ്റവും അപകടങ്ങൾ നിറഞ്ഞതും കൈപ്പുറ്റതുമാണ്. സത്യനിഷേധികളെ സംബന്ധിച്ചിടത്തോളം യാതനകളും കയ്പുമാണ്, വേദനകളും ശിക്ഷയുമാണ് അന്തിമനാൾ എന്ന് പറയുന്നത് എന്ന് ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞത് സ്വഹീഹുൽ ബുഖാരിയിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ആദ്യകാലത്ത് പരലോകത്തെക്കുറിച്ചും വിചാരണയെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും വ്യക്തമായി പഠിപ്പിക്കുകയും താക്കീത് ചെയ്യുകയും ചെയ്യുന്ന ആയത്തുകളാണ് ഇറങ്ങിയത്, മുഫസ്സലായ അധ്യായങ്ങളിൽ പ്രത്യേകിച്ചും. ഇത് ഹൃദയത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ എന്തുകൊണ്ട് കള്ളു കുടിക്കരുത്, എന്തുകൊണ്ട് വ്യഭിചരിക്കരുത് എന്ന് അവർക്ക് ബോധ്യപ്പെട്ടു. അപ്പോൾ വിധിവിലക്കുകൾ ഹറാമും ഹലാലും പഠിപ്പിക്കുന്നതിന് മുമ്പ് പരലോകമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് എന്ന് ആയിഷ റളിയല്ലാഹു തആല അൻഹ വ്യക്തമാക്കുന്നു. സൂറത്തു ഗാഫിറിൽ നമുക്ക് കാണാം, അൽയൗമ തുജ്സാ കുല്ലു നഫ്സിൻ ബിമാ കസബത്, ഇന്നേ ദിവസം എല്ലാ നഫ്സും അവർ സമ്പാദിച്ചു കൂട്ടിയതിന് പ്രതിഫലം നൽകപ്പെടും. ലാ ദുൽമൽ യൗം, ഇന്ന് അനീതിയില്ല. പരലോകത്ത് ആരോടും അനീതി കാണിക്കുകയില്ല. തിന്മ ചെയ്തവർ മാത്രമേ ശിക്ഷയ്ക്ക് വിധേയരാകുന്നുള്ളൂ, നന്മ ചെയ്തവർക്ക് കൃത്യമായി പ്രതിഫലം നൽകും. അനീതിയില്ല. ഇന്നല്ലാഹ സരീഉൽ ഹിസാബ്, തീർച്ചയായും അല്ലാഹു വിചാരണ വേഗത്തിൽ നിർവഹിക്കുന്നവനാണ്. വഅൻദിർഹും യൗമൽ ആസിഫ, ആസന്നമായ ദിവസത്തെ മുഹമ്മദ് നബിയെ നീ അവരോട് പ്രബോധിതരോട് താക്കീത് ചെയ്യുക. ഇതിൽ ഖുലൂബു ലദൽ ഹനാദിരി കാളിമീൻ, അന്തിമനാളിൽ അവരുടെ ഹൃദയങ്ങൾ അവരുടെ തൊണ്ടക്കുഴികളിലേക്ക് എത്തും. അവർ അത് കടിച്ചുപിടിക്കും. ആ പ്രയാസങ്ങളെ അവർ കടിച്ചുപിടിക്കാൻ വേണ്ടി ശ്രമിക്കും. മാലില്ലാലിമീന മിൻ ഹമീമിൻ വലാ ശഫീഇൻ യുതാഅ്, അതിക്രമികൾക്ക് അഥവാ കാഫിറുകൾക്കും മുനാഫിക്കുകൾക്കും അന്ന് സഹായികളായി ഉറ്റക്കൂട്ടായി അതേപോലെ സ്വീകരിക്കപ്പെടുന്ന ശുപാർശകരായി ആരും അവർക്കുണ്ടാവുകയില്ല. യഅലമു ഖായിനത്തൽ അയുൻ, കണ്ണിന്റെ കട്ടുനോട്ടങ്ങൾ പോലും അല്ലാഹു അറിയുന്നു. വമാ തുഖ്ഫി സുദൂർ, നമ്മുടെ ഹൃദയത്തിൽ ഒളിഞ്ഞു കിടക്കുന്ന കാര്യങ്ങളും അല്ലാഹു കൃത്യമായി അറിയുന്നു. വല്ലാഹു യഖ്ളീ ബിൽ ഹഖ്, അല്ലാഹു സത്യപ്രകാരം തീർപ്പ് കൽപ്പിക്കും. വല്ലദീന യദൂന മിൻ ദൂനിഹി ലാ യഖ്ദൂന ബിശൈ, അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു തേടുന്നവർ അവരൊന്നും അവർക്ക് വിധി പറയുകയില്ല. ആരോടൊക്കെ അവർ വിളിച്ചു തേടിയിട്ടുണ്ടോ അവരൊന്നും ഒരു വിധിയും തീരുമാനിക്കുന്നില്ല. എല്ലാ വിധിയും അല്ലാഹു മാത്രമാണ് തീരുമാനിക്കുന്നത്. ഇന്നല്ലാഹ ഹുവസ് സമീഉൽ ബസീർ, തീർച്ചയായും അല്ലാഹു എല്ലാം കേൾക്കുന്നവനും എല്ലാം കാണുന്നവനുമാണ്. 40-ാമത്തെ സൂറത്തു ഗാഫിറിലെ 17 മുതൽ 20 വരെയുള്ള ആയത്തുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വിചാരണയുടെ ആരംഭം എങ്ങനെയെന്ന് കൃത്യമായി വിശദീകരിക്കുന്നു.
അന സയ്യിദുൻ നാസി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ എല്ലാവരുടെയും നേതാവ് ഞാനായിരിക്കും. വഹൽ തദ്റൂന മിമ്മ ദാലിക്, അറിയാമോ അത് എന്തിൽ നിന്നാണ് എന്ന്? യജ്മഉല്ലാഹു അൻ-നാസൽ അവ്വലീന വൽ ആഖിരീന ഫീ സഈദിൻ വാഹിദിൻ, അല്ലാഹു പൂർവികരെയും പിൽക്കാലക്കാരെയും ആദിമരെയും പിന്നീട് വന്നവരെയും എല്ലാവരെയും ഒരേ മണ്ണിൽ ഒരുമിച്ച് കൂട്ടും. യുസ്മിഉഹുമുദ് ദാഇ, വിളിച്ചു പറയുന്ന ഒരുത്തൻ അവരെ കേൾപ്പിക്കും. വയൻഫുദുഹുമുൽ ബസർ വതദുനു ശംസ്, അതേപോലെ തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കാഴ്ചകളില്ലാതാവുകയും അതേപോലെ സൂര്യൻ അവരിലേക്ക് അടുത്തു വരികയും ചെയ്യും. ഫയബ്ലുഗുൻ നാസ മിനൽ ഗമ്മി വൽ കർബി, ജനങ്ങളിലേക്ക് ദുഃഖവും ദുരിതങ്ങളുമെല്ലാം എത്തിച്ചേരും. മാലാ യുതീഖൂന വലാ യഹ്തമിലൂൻ, അവർക്ക് താങ്ങാനോ സഹിക്കാനോ സാധ്യമാകാത്ത പ്രയാസങ്ങളാണ് മഹ്ശറിൽ ആളുകളിലേക്ക് വന്നുകൂടുക. എന്ന് പറയാൻ സഹിക്കാൻ പറ്റുന്നില്ല. മഹ്ശറിൽ കണ്ണ് കാണുന്നില്ല, സൂര്യൻ തലക്ക് മീതെ ജ്വലിച്ചു നിൽക്കുന്നു. ആ ഒരു സാഹചര്യത്തിൽ വ്യത്യസ്തമായ പ്രയാസങ്ങളും വെപ്രാളങ്ങളും ഭീതിയും വിഹ്വലതകളും നിറഞ്ഞു നിൽക്കുമ്പോൾ അവർക്ക് മഹ്ശറിൽ നിൽക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഫയഖൂലുന്നാസ്, ആളുകൾ പറയും, അലാ തറൗന മാ ഖദ് ബലഗക്കും, നിങ്ങൾക്ക് എത്തിച്ചേർന്നിരിക്കുന്ന ഈ ഒരു വിഷമം നിങ്ങളെല്ലാവരും കാണുന്നില്ലേ? അലാ തൻദുറൂന മൻ യശ്ഫഉ ലക്കും ഇലാ റബ്ബിക്കും, ഈ സമയത്ത് നിങ്ങൾ റബ്ബിനോട് ശഫാഅത്ത് ചെയ്യാൻ ആരെങ്കിലും നിങ്ങൾ നോക്കുന്നുണ്ടോ, അന്വേഷിക്കുന്നുണ്ടോ? ഫയഖൂലു ബഅ്ദുൻ നാസി ലിബഅ്ദിൻ, ചിലർ ചിലരോട് പറയും, അലൈക്കും ബി ആദം, നിങ്ങൾ ആദമിന്റെ അരികിലേക്ക് ചെല്ലുക എന്ന്. ഫയഅ്തൂന ആദം അലൈഹിസ്സലാം, അങ്ങനെ മഹ്ശറിൽ ഈ അസ്വസ്ഥമായ സാഹചര്യത്തിൽ നിൽക്കാൻ കഴിയാതെ വെപ്രാളപ്പെടുന്ന ആളുകൾ ആദം അലൈഹിസ്സലാം എവിടേക്കാണുള്ളത് അതന്വേഷിച്ചു പുറപ്പെടും. ഫയഖൂലൂന ലഹു, അവർ ആദമിനോട് പറയും, അൻത അബുൽ ബശർ, താങ്കൾ മനുഷ്യരുടെ പിതാവാണ്. ഖലഖകല്ലാഹു ബിയദിഹി, അല്ലാഹു അവന്റെ കരങ്ങൾ കൊണ്ട് താങ്കളെ നേരിട്ട് സൃഷ്ടിച്ചിരിക്കുന്നു. വനഫഖ ഫീക മിൻ റൂഹിഹി, അല്ലാഹു അവൻ സൃഷ്ടിച്ച ആത്മാവിൽ നിന്ന് താങ്കളിലേക്ക് നേരിട്ട് ഊതിയിരിക്കുന്നു. വഅമറൽ മലായികത, മലക്കുകളോട് അല്ലാഹു കൽപ്പിച്ചിട്ടുണ്ട്. ആ കൽപ്പന അനുസരിച്ച് ഫസജദൂ ലക, മലക്കുകൾ താങ്കൾക്ക് സുജൂദ് ചെയ്തിട്ടുണ്ട്. ആദം അലൈഹിസ്സലാമിന് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള പ്രത്യേകതകൾ ഓരോന്നും അദ്ദേഹത്തിന്റെ അരികിൽ ആളുകൾ എടുത്തു പറയും. ഇശ്ഫഅ ലനാ ഇലാ റബ്ബിക്, താങ്കളുടെ റബ്ബിനോട് ഞങ്ങൾക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യണം. എന്തിനുള്ള ശഫാഅത്ത്? ഈ ശഫാഅത്ത് അറിയപ്പെടുന്നത് അശ്ശഫാഅത്തുൽ ഉളുമ, ഏറ്റവും വലിയ ശഫാഅത്ത് എന്നാണ്. അഹ്ലുസുന്നയുടെ ആളുകൾ എല്ലാത്തരം ശഫാഅത്തുകളെയും തള്ളിക്കളയുന്നവരല്ല. നമ്മൾ ശഫാഅത്ത് ഇല്ല എന്ന് പറഞ്ഞ് ഏതിനെ കുറിച്ചാണ് എന്നറിയാമോ? ഇവിടെ മരണപ്പെട്ടുപോയ അമ്പിയാക്കൾ, ഔലിയാക്കൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന സമയം വരെ, ഉയർത്തെഴുന്നേൽപ്പിച്ചതിന് ശേഷം ഓരോരുത്തർക്കും അള്ളാഹു ഇന്ന ഇന്ന കാര്യങ്ങളിൽ ഇന്ന ഇന്ന ആളുകൾക്ക് വേണ്ടി ഇന്ന ഇന്ന സമയങ്ങളിൽ നിങ്ങൾ ശഫാഅത്ത് ചെയ്തുകൊള്ളുക എന്ന് അള്ളാഹു അനുമതി നൽകുന്നതുവരെ, മരണത്തിന് ശേഷം മക്ബറുകളിലായിരിക്കെ ആലമുൽ ബർസഖിലായിരിക്കെ അമ്പിയാക്കളും ഔലിയാക്കളും ലോകത്തിന്റെ ഏത് ദിക്കിൽ നിന്നും ഏതു ഭാഷയിൽ എത്ര കോടിക്കണക്കിന് ആളുകൾ ഒരേ സമയത്ത് അവരെ വിളിച്ചാലും അതെല്ലാം അവർ കേട്ട് തിരിച്ചറിഞ്ഞു മനസ്സിലാക്കിയിട്ട് റബ്ബിനോട് ശഫാഅത്ത് ചെയ്യും എന്നാരെങ്കിലും വിശ്വസിച്ചാൽ ആ ശഫാഅത്ത് ഇസ്ലാമിലില്ല. അത് അബൂജഹൽ വിശ്വസിച്ച ശഫാഅത്താണ്. ഇന്ന് അബ്ദുൽ ഖാദർ ജീലാനിയെ വിളിക്കുന്നവർ, മുഹമ്മദ് നബിയെ വിളിക്കുന്നവർ, മനമ്പത്തടിഞ്ഞ ബീവിയെ വിളിക്കുന്നവർ, ഭീമാപ്പള്ളി ഉമ്മായെ വിളിക്കുന്നവർ, അതേപോലെ മമ്പറന്നങ്ങളെ വിളിക്കുന്നവർ, CM-നെ വിളിക്കുന്നവർ, ഇങ്ങനെ പല സൃഷ്ടികളെയും വിളിക്കുന്നവരൊക്കെ കരുതുന്നത് ഞങ്ങൾ വിളിക്കുന്ന വിളി അവർ കേൾക്കും, എന്നിട്ട് അത് കേട്ട മാത്രയിൽ അവർ ശഫാഅത്ത് ചെയ്യും. ഇങ്ങനെ ഒരു ശഫാഅത്തില്ല. എന്നാൽ ഉള്ള ശഫാഅത്ത് നിഷേധിക്കേണ്ടതുണ്ടോ? ഇല്ല. അംഗീകരിക്കപ്പെട്ട 9 തരം ശഫാഅത്തുകൾ പണ്ഡിതന്മാർ തെളിവുകൾ ഉദ്ധരിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ ഇങ്ങനെ ഒന്നില്ല. ഇത് മുശ്രിക്കുകൾ വിശ്വസിച്ച ശഫാഅത്താണ്. അവർ പറഞ്ഞു, അവരുടെ ബഹുമാന്യരായ പണ്ഡിതന്മാരെ കുറിച്ചും അതേപോലെ തന്നെ മഹത് സാലിഹികളെ കുറിച്ചും യൗസിനെ കുറിച്ച്, ലാത്തിനെ കുറിച്ചും അതേപോലെ തന്നെ ഈസാ നബിയെ കുറിച്ചും അതേപ്രകാരം ജിബ്രീൽ അലൈഹിസ്സലാമിനെ കുറിച്ച്, ഇസ്മായിൽ നബിയെയും ഇബ്രാഹിം നബിയെയും കുറിച്ചൊക്കെ മക്കയിലെ മുശ്രിക്കുകൾ വിശ്വസിച്ചു പോന്നിരുന്നത്. ഇവർ ഞങ്ങൾ എപ്പോൾ അവർ വിളിച്ചാലും അവർ റബ്ബിനോട് ശഫാഅത്ത് ചെയ്യും. വഹാഉലായി ശുഫാഉനാ ഇൻദല്ലാഹ്, ഇവർ അല്ലാഹുവിന്റെ അരികിൽ ഞങ്ങളുടെ ശുപാർശകരാണ് എന്നവർ വിശ്വസിച്ചു. അത് ശരിയല്ല. അങ്ങനെ തോന്നുമ്പോൾ ശഫാഅത്ത് ചെയ്യാൻ അമ്പിയാക്കൾക്കും ഔലിയാക്കൾക്കും പോലും അല്ലാഹു അവസരം കൊടുത്തിട്ടില്ല. എന്നാൽ അല്ലാഹു നിശ്ചയിച്ച ശഫാഅത്തുണ്ട്. അതിലൊന്നാമത്തേതാണ് നമ്മളിപ്പോൾ വായിക്കുന്നത്. അന്ന് ശഫാഅത്തിന് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് ശഫാഅത്ത് ചെയ്യൂ, അതായത് റബ്ബിനോട് ഈ അസ്വസ്ഥമായ വിഫലമായ സാഹചര്യത്തിൽ നിന്ന് ഞങ്ങൾക്കൊരാശ്വാസം നൽകാൻ വിചാരണ ആരംഭിക്കാൻ റബ്ബിനോട് പറയുമോ എന്ന് ആദം നബിയോട് ചോദിക്കുമ്പോൾ അദ്ദേഹം നൽകുന്ന ഉത്തരം, ആദം അലൈഹിസ്സലാം അവരോട് പറയുന്ന ഉത്തരം, ഫയഖൂലു ആദം,
ഇന്ന റബ്ബി ഖദ് ഗളിബൽ യൗമ ഗളബൻ ലം യഗ്ളബ് ഖബ്ലഹു മിസ്ലഹു. എന്റെ റബ്ബ് എന്നോട് ഇന്ന് കോപിച്ചിട്ടുണ്ട്, അവൻ ഇതുപോലെ മറ്റൊരാളോടും കോപിച്ചിട്ടില്ല. വലൻ യഗ്ളബ ബഅദഹു മിസ്ലഹു, ഇതുപോലെ മറ്റൊരിക്കലും ഇനി കോപിക്കുകയുമില്ല. അങ്ങനെയുള്ള കോപത്തിലാണ് അല്ലാഹു എന്നോടുള്ളത്. വഇന്നഹു ഖദ് നഹാനി അനിശ്ശജറ, അന്ന് അല്ലാഹു എന്നോടൊരു മരം തടഞ്ഞിരുന്നു, തുടരുത് എന്ന് പറഞ്ഞിരുന്നു. ഫഅസൈതുഹു, ഞാൻ അനുസരണക്കേട് കാണിച്ചു. നഫ്സി നഫ്സി നഫ്സി, എന്റെ നഫ്സ് എന്റെ നഫ്സ്. തുടരുത് എന്ന് പറഞ്ഞ മരം തൊട്ടതിന്റെ പേരിൽ എന്നോട് കോപം കാണിച്ച് എന്റെ റബ്ബ് എന്നെ വിചാരണക്കെടുക്കുമോ എന്ന് ഭയപ്പെടുന്നു. അപ്പോൾ ഞാൻ എങ്ങനെ റബ്ബിനോട് എന്നെ വിചാരണക്കെടുക്കണമെന്ന് പറയും? ഞാൻ എന്റെ നഫ്സിനെ കുറിച്ച് വേവലാതിയിലാണ്. നഫ്സി നഫ്സി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒഴിഞ്ഞു മാറും. ഇദ്ഹബു ഇലാ ഗൈരി, അദ്ദേഹം പറയും ഞാനല്ലാത്ത വേറെ ഏതെങ്കിലും നബിയുടെ അരികിലേക്ക് പോകും. ഇദ്ഹബു ഇലാ നൂഹിൻ, നിങ്ങൾ നൂഹ് നബിയുടെ അരികിലേക്ക് ചെല്ലുക എന്ന് ആദം നബി പറയും. ഫയഉതൂന നൂഹൻ, അങ്ങനെ നൂഹ് അലൈഹിസ്സലാം നിന്റെ അരികിലേക്ക് അവർ ചെല്ലും. ഫയഖൂലൂന, എന്നിട്ട് ആളുകൾ പറയും യാ നൂഹ്, ഓ നൂഹേ, ഇന്നക അൻത അവ്വലു റുസുലി ഇലാ അഹ്ലിൽ അർദ്. അദ്ദേഹത്തിന്റെ പ്രത്യേകതകൾ പറഞ്ഞു. താങ്കളാണ് ഭൂമിയിലേക്ക് നിയോഗിക്കപ്പെട്ട ഒന്നാമത്തെ റസൂൽ. ആദം നബിയായിരുന്നു, പക്ഷേ റസൂലായിരുന്നില്ല. റസൂൽ എന്നുള്ള നിലക്ക് നബിത്വത്തിന് പുറമെ റിസാലത്തിന്റെ പ്രത്യേകമായ ഉത്തരവാദിത്തം കൂടി ഉണ്ടായിരുന്ന ഒന്നാമത്തെ ആൾ അത് നൂഹ് അലൈഹിസ്സലാമാണ്. താങ്കൾ അവ്വലു റസൂൽ ഇലാ അഹ്ലിൽ അർദ്, ഭൂവാസികളിലേക്കുള്ള ഒന്നാമത്തെ റസൂലാണ്. ആദം അലൈഹിസ്സലാമിന് ശേഷം 10 തലമുറകൾ കഴിഞ്ഞ് ജനങ്ങൾ ശിർക്കിലേക്ക് കടന്നു വരാൻ തുടങ്ങിയപ്പോഴാണ് അള്ളാഹു ആദ്യമായി റസൂലുമാരെ അയക്കുക എന്ന ശരീഅ ആരംഭം കുറിക്കുന്നത്. അങ്ങനെ താങ്കൾ ഒന്നാമത്തെ റസൂലാണ്. വഖദ് സമ്മാക്കല്ലാഹു അബ്ദൻ ശക്കൂറ, താങ്കൾക്ക് അള്ളാഹു നന്ദിയുള്ള അടിമ അബ്ദ് ശക്കൂർ എന്ന് പേര് നൽകിയിട്ടുണ്ട്. ഇശ്ഫഅ ലനാ ഇലാ റബ്ബിക്, അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് റബ്ബിനോട് ശഫാഅത്ത് ചെയ്യുക. അലാ തറാ ഇലാ മാ നഹ്നു ഫീ, നിങ്ങൾ കാണുന്നില്ലേ ഞങ്ങൾ ഏതൊരവസ്ഥയിലാണ്, വളരെ പ്രയാസത്തിലാണ്. സൂര്യൻ തലക്കുമീതെ ജ്വലിക്കുന്നു, കണ്ണുകൾ അന്ധമായി പോയിരിക്കുന്നു, വെപ്രാളത്തിലും ബേജാറിലുമാണ് ഞങ്ങൾ. ഈ അവസ്ഥ താങ്കൾ കാണുന്നുണ്ടല്ലോ, താങ്കൾ റബ്ബിനോടൊന്ന് വിചാരണ ആരംഭിക്കാൻ വേണ്ടി പറയുക. ഫയഖൂൽ, നൂഹ് അലൈഹിസ്സലാം പറയും ഇന്ന റബ്ബി അസ്സ വജല്ല ഖദ് ഗളിബൽ യൗമ ഗളബ ലം യഗ്ളബ് ഖബ്ലഹു മിസ്ലഹു വലൻ യഗ്ളബ ബഅദഹു മിസ്ലഹു. ആദം നബി പറഞ്ഞ പോലെ എന്റെ റബ്ബ് എന്നോട് ഇന്ന് കോപിച്ചിട്ടുണ്ട്, ഇതുപോലെ അദ്ദേഹം മുമ്പ് കോപിച്ചിട്ടില്ല, ഇനിയൊട്ട് അദ്ദേഹം ഇങ്ങനെ കോപിക്കുകയുമില്ല. അതുകൊണ്ട് കാരണം എന്താ? വൈനഹു ഖദ് കാനത് ലി ദഅവത്തുൻ ദഅഉതുഹാ അലാ ഖൗമി നഫ്സി നഫ്സി, ഞാൻ എന്റെ ജനതയ്ക്ക് വേണ്ടി ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു പോയിട്ടുണ്ട്. അതിന്റെ പേര് എന്ന് പറഞ്ഞാൽ അർഹതയില്ലാത്തവൻ, എന്റെ മകൻ പിന്നെ കുഫറിലും ശിർക്കിലുമാണ്, എന്റെ ജനത കുഫറിലും ശിർക്കിലുമാണ്. അതുകൊണ്ട് ശിർക്കന്മാരായ ആളുകൾക്ക് കാരുണ്യം കൊടുക്കാൻ വേണ്ടി എന്റെ റബ്ബിനോട് ഞാൻ തേടിപ്പോയിട്ടുണ്ട്. അത് പാടുള്ളതല്ല. അത് ചെയ്തതിന്റെ പേരിൽ നഫ്സി നഫ്സി നഫ്സി, എന്റെ നഫ്സ് എന്റെ നഫ്സ്, എന്നെ റബ്ബ് എങ്ങനെ വിചാരണ ചെയ്യും? നിങ്ങൾ നോക്കൂ, റബ്ബ് മാപ്പ് കൊടുത്തു എന്ന് ഉറപ്പുള്ള വിഷയങ്ങളാണ്. ആ വിഷയത്തിൽ പോലും വിചാരണയുടെ സമയത്ത് എല്ലാ അമലുകളും കൊണ്ടുവരുമ്പോൾ ഇതും കൊണ്ടുവരുമല്ലോ, അത് കൊണ്ടുവരും എന്ന ആ ഒരൊറ്റ കാര്യത്തിന്റെ പേരിൽ ബേജാറിലായിരിക്കുന്ന ആദം അലൈഹിസ്സലാമിനെയും നൂഹ് നബിയെയുമാണ് നമ്മൾ കാണുന്നത്. നൂഹ് നബി പറയും ഇദ്ഹബു ഇലാ ഗൈരി ഇദ്ഹബു ഇലാ ഇബ്രാഹിം, ഞാനല്ലാത്തവരിലേക്ക് ഇബ്രാഹിം നബിയിലേക്ക് നിങ്ങൾ പോവുക. ഫയഉതൂന ഇബ്രാഹിമ ഫയഖൂലൂൻ, അങ്ങനെ അവർ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ അരികിലേക്ക് ചെല്ലും. എന്നിട്ട് പറയും യാ ഇബ്രാഹിം, ഓ ഇബ്രാഹിം നബിയെ, അൻത നബിയുല്ലാഹി വ ഖലീലുഹു മിൻ അഹ്ലിൽ അർദ്, താങ്കൾക്ക് ഖലീലുള്ള എന്ന പദവിയുണ്ട്, താങ്കൾ അള്ളാഹുവിന്റെ നബിയാണ്, താങ്കൾ ഭൂമിവാസികളിൽ അള്ളാഹുവിന്റെ ഖലീലാണ്. ഇശ്ഫഅ ലനാ ഇലാ റബ്ബിക അലാ തറാ ഇലാ മാ നഹ്നു ഫീ, ഞങ്ങളിപ്പോൾ ഉൾപ്പെട്ടിരിക്കുന്ന വേദനാജനകമായ അവസ്ഥ താങ്കൾ കണ്ടില്ലേ, അതുകൊണ്ട് താങ്കൾ ഞങ്ങൾക്ക് വേണ്ടി റബ്ബിനോട് ശഫാഅത്ത് ചെയ്യണം. ഫയഖൂലു ലഹും, അദ്ദേഹം അവരോട് പറയും ഇന്ന റബ്ബി ഖദ് ഗളിബൽ യൗമ ഗളബ ലം യഗ്ളബ് ഖബ്ലഹു മിസ്ല, എന്റെ റബ്ബ് എന്നോട് കോപിച്ചിരിക്കുന്നു, മുമ്പ് ഇതുപോലെ അവൻ കോപിച്ചിട്ടില്ല, ഇനി കോപിക്കുകയുമില്ല, അത്രയും വലിയ കോപമാണ്. വഇന്നി ഖദ് കുൻതു കദബ്തു സലാസ കദിബാത്തിൻ, ഞാൻ എന്റെ ജീവിതത്തിൽ 3 കള്ളങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ട്. നമുക്കത് ചരിത്രം പരിശോധിച്ചാൽ അറിയാം. ഒരു കളവ് എന്ന് പറയാൻ പറ്റും നിർബന്ധിതാവസ്ഥയിൽ സുന്ദരിമാരായ ഭാര്യമാരെ, ആ സുന്ദരിമാരായ ഏതെങ്കിലും യുവതികളെ ആരെങ്കിലും വിവാഹം കഴിച്ചാൽ ആ പെണ്ണുങ്ങളെ അടിമകളാക്കി വെക്കുന്ന സമ്പ്രദായം നമ്രൂദിനുണ്ടായിരുന്നു. ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ഭാര്യ നമ്രൂദിന്റെ സദസ്സിൽ വന്ന സമയത്ത് ആരാണ് എന്ന് ചോദിച്ചപ്പോൾ ഭാര്യയാണ് എന്ന് പറഞ്ഞില്ല, പകരം സഹോദരിയാണ് എന്ന് കള്ളം പറഞ്ഞു. ഒരു ഫിത്നയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി. നമുക്ക് തന്നെ അറിയാം അതിന്റെ പേരിൽ റബ്ബ് അദ്ദേഹത്തെ പിടികൂടുകയില്ല എന്ന്. എന്നിട്ടും ഒരു കളവ് എന്ന് പറയാൻ പാടില്ലാത്ത ഒരു വാക്ക് പറഞ്ഞു പോയിട്ടും ഒരു നുണ പറഞ്ഞല്ലോ, അതിന്റെ പേരിൽ റബ്ബ് എന്നോട് വിചാരണ നടത്തുമല്ലോ. നഫ്സി നഫ്സി എന്നാണ് അദ്ദേഹം പറയുന്നത്. അതേപോലെ തന്നെ
വിഗ്രഹങ്ങളെ മുഴുവൻ വെട്ടി നശിപ്പിച്ച് വലിയ വിഗ്രഹത്തിന്റെ മുകളിൽ ആ കോടാലി കൊളുത്തിയിട്ട് നാട്ടുകാർ ആരാണ് ഈ വിഗ്രഹത്തെ വെട്ടി നശിപ്പിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അത് ഈ വലിയവനായിരിക്കും. സത്യത്തിൽ ചിന്തിക്കാൻ വേണ്ടി അദ്ദേഹം പറഞ്ഞ വാക്കാണ് എന്ന് അവർക്കും അറിയാം, എല്ലാവർക്കും അറിയാം. അതൊരു കള്ളമായിട്ട് കൂട്ടാൻ പറ്റില്ല. എന്നാലും അങ്ങനെ ഒരു വാക്ക് പറഞ്ഞതിൽ റബ്ബിനോട് വിചാരണ നടത്തുമല്ലോ, അദ്ദേഹം ഭയപ്പെടുകയാണ്. ഇങ്ങനെ ചില കാര്യങ്ങൾ, നിസ്സാരമായ ചില വിഷയങ്ങൾ, അതിൽ പോലും ബേജാറായിട്ട് അദ്ദേഹം പറയുന്നു. എന്ത് ഓരോന്നെടുത്തെടുത്ത് പറഞ്ഞതിന് ശേഷം നഫ്സി നഫ്സി, എന്റെ നഫ്സി എന്റെ നഫ്സ്, ഞാൻ റബ്ബിനോട് എന്തു മറുപടി പറയും? വിചാരണക്കെടുക്കണമെന്ന് പറയുമ്പോൾ ഈ വിഷയവും അതിൽ വരുമല്ലോ. എനിക്ക് റബ്ബിനോട് സംസാരിക്കാൻ ഭയമാണ്. ഇദ്ഹബു ഇലാ ഗൈരി ഇദ്ഹബു ഇലാ മൂസ, വേറെ ഒരാളെ നിങ്ങൾ സമീപിക്കുക, അവിടേക്ക് പോവുക, മൂസയെ കാണുക. ഫയഉത്തൂന മൂസ, അങ്ങനെ അവർ മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ അരികിലേക്ക് ചെല്ലും. ഫയഖൂലൂന, അവർ ചോദിക്കുക, പറയും, യാ മൂസ അൻത റസൂലുള്ളാഹ്, ഓ മൂസാ നബി, അങ്ങ് അല്ലാഹുവിന്റെ റസൂലാണല്ലോ. ഫല്ലലകല്ലാഹു ബിരിസാലതിഹി വബികലാമിഹി അലന്നാസ്, അല്ലാഹു താങ്കൾക്ക് റിസാലത്ത് നൽകി, മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി താങ്കളോട് റബ്ബ് നേരിട്ട് സംസാരിച്ചു. സംസാരം കൊണ്ട് താങ്കളെ പ്രത്യേകമാക്കി. മുഹമ്മദ് നബി അല്ലാതെ മറ്റു നബിമാരോടൊന്നും അല്ലാഹു നേരിട്ട് സംസാരിച്ചിട്ടില്ല, മൂസാ നബിയോട് മാത്രമാണ്. താങ്കൾ കലീമുള്ളയാണ്. അതുകൊണ്ട് ഇശ്ഫഅ ഇലാ റബ്ബിക്, ആ പ്രത്യേകതയുള്ളതിനാൽ ഞങ്ങൾക്ക് വേണ്ടി റബ്ബിനോട് ശഫാഅത്ത് ചെയ്യുക. ഈ ഒന്ന് വിചാരണക്കെടുക്കണം എന്ന് പറയാണ്. ഇനിയോ അദ്ദേഹവും പറയുന്ന മറുപടി അപ്രകാരം തന്നെ, ഫയഖൂലു ഇന്ന റബ്ബി ഖദ് ഗളിബ അൽ-യൗമ ഗളബ ലം യഗ്ലബ് ഖബ്ലഹു മിസ്ലഹു വലൻ യഗ്ലബ ബഅദഹു മിസ്ലഹു, എന്റെ റബ്ബിന് എന്നോട് കോപമുണ്ട്. മുമ്പ് അദ്ദേഹം ഇങ്ങനെ കോപിച്ചിട്ടുണ്ടാവില്ല, ഇനിയൊട്ട് കോപിക്കുകയുമില്ല. അങ്ങനെയുള്ള കോപം കാരണം എന്താ? വൈന്നി ഖതൽതു നഫ്സൻ ലം ഊമർ ബിഖത്ലിഹാ, കൊല്ലാൻ കൽപ്പിക്കപ്പെടാത്ത ഒരു വ്യക്തിയെ ഞാൻ കൊന്നുപോയിട്ടുണ്ട്. നമുക്കറിയാം, മൂസാ നബി മനഃപൂർവ്വം ഒരാളെ കൊന്നതല്ല. ഒരു സാഹചര്യം, ഒരു ബഹളം തീർക്കാൻ വേണ്ടി ചെന്നപ്പോൾ ഒന്ന് കൊടുത്തു, ഒരടി കൊടുത്തു, അപ്പൊ അയാൾ മരിച്ചുപോയി. ആ മനഃപൂർവ്വമല്ലാതെ സംഭവിച്ചെങ്കിലും മൂസാ റസൂലുള്ളാഹി അലൈഹി ഇസ്ലാമിന് ഭയമുണ്ട്. എന്റെ റബ്ബിനോട് ചോദിക്കും, നഫ്സി നഫ്സി നഫ്സി, എന്റെ നഫ്സി എന്റെ നഫ്സി, ഞാൻ എന്റെ കാര്യം ആലോചിച്ചു വേവലാതിയിലാണ്. അതുകൊണ്ട് റബ്ബിനോട് സംസാരിക്കാൻ എനിക്ക് കഴിയില്ല. ഇദ്ഹബു ഇലാ ഗൈരി, ഞാനല്ലാത്ത ഒരാളിലേക്ക് പോകൂ. ഇദ്ഹബു ഇലാ ഈസ ഇബ്നു മറിയം, അവർ ഈസ ഇബ്നു മറിയമിന്റെ അരികിലേക്ക് ചെന്നു. ഈസ ഇബ്നു മറിയമിന്റെ അരികിലേക്ക് ചെല്ലു എന്ന് അദ്ദേഹം പറഞ്ഞു. ഫയഉത്തൂന ഈസ, അങ്ങനെ അവരെല്ലാം ഈസാ നബിയുടെ അരികിലേക്ക് ചെല്ലുന്നു. ഫയഖൂലൂന, അവർ പറയുന്നു, യാ ഈസ അൻത റസൂലുള്ളാഹ്, ഓ ഈസ, അല്ലാഹുവിന്റെ റസൂലാണല്ലോ അങ്ങ്. വകലിമത്തുഹു അൽഖാഹ ഇലാ മറിയം, മറിയമിലേക്ക് നിക്ഷേപിക്കപ്പെട്ട അല്ലാഹുവിന്റെ വചനമാണ്. ഈസാ നബിയുടെ പ്രത്യേകതകൾ അവരെടുത്തു പറഞ്ഞു. വറൂഹും മിൻ, അല്ലാഹുവിൽ നിന്നുള്ള റൂഹ്, ആത്മാവാണ്. വകല്ലം തന്നാസ ഫിൽ മഹ്ദി സബിയ്യ, തൊട്ടിൽ വെച്ച് കുട്ടിയായിരിക്കെ താങ്കൾ ജനങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്. ഇശ്ഫഅ ലനാ ഇലാ റബ്ബിക്, താങ്കളുടെ റബ്ബിനോട് ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് ശഫാഅത്ത് ചെയ്യൂ. അലാ തറ ഇലാ മാ നഹ്നു ഫീഹി, ഞങ്ങൾ അകപ്പെട്ടിരിക്കുന്ന ഈ അവസ്ഥ താങ്കൾ കാണുന്നില്ലേ എന്ന് ഈസാ നബിയോട് അവർ ചോദിക്കും. ഫയഖൂലു ഈസാ നബി പറയും, ഇന്ന റബ്ബി ഖദ് ഗളിബ അൽ-യൗമ ഗളബ ലം യഗ്ലബ് ഖബ്ലഹു മിസ്ലഹു ഖത്തു, എന്റെ റബ്ബ് എന്നോട് കോപിച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ മുമ്പ് ഇതുപോലെ കോപിച്ചിട്ടില്ല, ഇനി ആരോടും കോപിക്കുകയുമില്ല. അത്രയും വലിയ കോപത്തിലായിരിക്കും റബ്ബ് എന്ന്. വലൻ യഗ്ലബ ബഅദഹു മിസ്ലഹു എന്ന് അദ്ദേഹം പറയും. പക്ഷേ വലം യദ്കുർ ദംബൻ, മറ്റു നബിമാരൊക്കെ തങ്ങൾക്ക് സംഭവിച്ച ചില വീഴ്ചകൾ എടുത്തു പറഞ്ഞു, ഇതുകൊണ്ടാണ് കോപിച്ചത്. പക്ഷേ ഇദ്ദേഹം തനിക്കെന്തെങ്കിലും വീഴ്ച സംഭവിച്ചു എന്നൊന്നും പറഞ്ഞില്ല. എന്ത് കാരണം കൊണ്ടാണ് റബ്ബ് കോപിച്ചത് എന്ന് ഈ സ്ഥാനത്തിൽ പറഞ്ഞില്ല. പക്ഷേ റബ്ബ് എന്നോട് കോപത്തിലാണ്, എനിക്ക് റബ്ബിനോട് സംസാരിക്കാൻ കഴിയില്ല. മറ്റു ചില റിപ്പോർട്ടുകൾ പരിശോധിച്ചാൽ ഞാൻ ആരാധിക്കപ്പെട്ടു, എന്നെ എന്ത് ചെയ്തു, ജനങ്ങൾ ധാരാളമായി ഈസാ നബിയെയും എന്റെ ഉമ്മയെയും ആരാധിച്ചു എന്നുള്ള വിഷയത്തിലായിരിക്കാം എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. എന്തോ ആകട്ടെ, അദ്ദേഹവും അവിടെ ശുപാർശ ചെയ്യാൻ സന്നദ്ധനാകുന്ന നഫ്സി നഫ്സി നഫ്സി, അവർ നഫ്സി എന്ന് പറഞ്ഞ് അദ്ദേഹം ഒഴിയും. ഇദ്ഹബു ഇലാ ഗൈരി ഇദ്ഹബു ഇലാ മുഹമ്മദിൻ, നിങ്ങളെ ഞാനല്ലാത്ത ഒരാളിലേക്ക്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിലേക്ക് നിങ്ങൾ ചെല്ലുക. ഫയഉത്തൂന മുഹമ്മദൻ, അങ്ങനെ അവർ മുഹമ്മദ് നബിയുടെ അരികിലേക്ക് ചെല്ലുന്നു. ഫയഖൂലൂന, അവർ പറയും, യാ മുഹമ്മദ് അൻത റസൂലുള്ളാഹ്, ഓ മുഹമ്മദേ, അങ്ങ് അല്ലാഹുവിന്റെ റസൂലാണ്. വഖാതിമുൽ അംബിയ, താങ്കൾ നബിമാരിൽ അന്തിമനാണ്. വഖദ് ഗഫറല്ലാഹു ലക മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ, താങ്കളുടെ കഴിഞ്ഞുപോയതും വരാനുള്ളതുമായ എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തു തന്നിട്ടുണ്ട്. ഇശ്ഫഅ ലനാ ഇലാ റബ്ബിക, താങ്കളുടെ റബ്ബിൽ, നിന്റെ റബ്ബിലേക്ക് ഞങ്ങൾക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യൂ. അലാ തറ ഇലാ മാ നഹ്നു ഫീഹി, ഞങ്ങൾ അകപ്പെട്ടിരിക്കുന്ന ഈ അവസ്ഥ താങ്കൾ കാണുന്നില്ലയോ എന്നവർ പറയും. മുഹമ്മദ് നബി പറയുന്നു, ഹദീസിൽ നമുക്ക് കാണാം, അങ്ങനെ അവർ പറയുമ്പോൾ ഫഅൻതലിഖു, ഞാൻ പോകും. നബി ഞാനല്ല എന്ന് പറയില്ല, ഫഅന ലഹ എന്നാ പറയാം, ഞാൻ തന്നെയാണ് ഇതിന് അർഹതയുള്ളവൻ. അശ്ശഫാഅത്തുൽ ഉള്മ, അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു നിശ്ചയിച്ചു. നിങ്ങൾക്കിവിടെ ഒരു കാര്യം കൂടി മനസ്സിലാക്കാം, അമ്പിയാക്കൾക്കൊക്കെ ഗൈബ് അറിയും എന്നുള്ള വിശ്വാസം നമ്മുടെ നാട്ടിൽ ചിലർക്കുണ്ട്.
പിന്നെന്തിനാണ് ഗൈബ് അറിയുമായിരുന്നെങ്കിൽ ആദം നബി നൂഹ് നബിയുടെ അടുത്തേക്ക് പറഞ്ഞയച്ചത്? മുഹമ്മദ് നബിക്ക് മാത്രമേ ശഫാഅത്തിന് അർഹതയുള്ളൂ എന്നറിയാമായിരുന്നുവെങ്കിൽ ആദം നബി മുഹമ്മദ് നബിയുടെ അടുത്തേക്കല്ലേ പറഞ്ഞേക്കേണ്ടത്? അപ്പൊ ഗൈബ് അറിഞ്ഞുകൂടാ, അള്ളാഹ് അറിയിക്കുന്നത് വരെയൊക്കെ കാര്യങ്ങൾ അറിഞ്ഞുകൂടാ. മാത്രവുമല്ല, അമ്പിയാക്കൾക്കും ഔലിയാക്കൾക്കും റബ്ബിനോട് തേടുന്ന ഏത് കാര്യവും നമുക്ക് അവരോട് തേടാം. റബ്ബിനോട് ചോദിക്കുന്ന എല്ലാ കാര്യങ്ങളും അമ്പിയാക്കളോടും ചോദിക്കാം, ഔലിയാക്കളോടും ചോദിക്കാം. അള്ളാഹു കൊടുത്ത കഴിവുകൊണ്ട് അവരത് പരിഹരിച്ചു തരുമെന്ന് വിശ്വസിക്കുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അങ്ങനെ കഴിവുണ്ടെങ്കിൽ എന്തുകൊണ്ട് ആദം നബിക്ക് ശഫാഅത്ത് ചെയ്യാൻ കഴിഞ്ഞില്ല? എന്തുകൊണ്ട് നൂഹ് നബിക്ക് ശഫാഅത്ത് ചെയ്യാൻ കഴിഞ്ഞില്ല? അപ്പൊ അമ്പിയാക്കളെ കുറിച്ച് പഠിപ്പിക്കപ്പെട്ടതുപോലെയാണ് വിശ്വസിക്കേണ്ടത്. റബ്ബിന്റെ സിഫത്തുകൾ അവർക്ക് വകവെച്ചു കൊടുക്കാൻ പാടില്ല എന്നുകൂടി സാന്ദർഭികമായി നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട്. ഏതായിരുന്നാലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അശ്ശഫാഅത്തുൽ ഉളുമക്ക് അർഹതയുണ്ട് എന്ന് അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യും? അദ്ദേഹം ഉടനെ തന്നെ റബ്ബേ ഞങ്ങളെ വിചാരണക്ക് എടുക്കണമെന്ന് പറയില്ല. സംസാരിക്കണമെങ്കിൽ സമ്മതം കിട്ടണം. ലാ യതകല്ലമൂന ഇല്ലാ മൻ അദിന ലഹു റഹ്മാനു വഖാല സവാബ. പരമകാരുണികൻ സമ്മതം കൊടുക്കുകയും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ശരി പ്രഖ്യാപിക്കുകയും ചെയ്ത ആളുകൾ അല്ലാതെ അന്ന് സംസാരിക്കുകയില്ല. ആദ്യമായിട്ട് സംസാരിക്കാൻ അനുമതി കൊടുക്കുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമനാണ്. മുഹമ്മദ് നബിക്ക് അള്ളാഹു അനുമതി കൊടുക്കുന്ന ആ രംഗം കൃത്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ വിവരിക്കുന്നുണ്ട്. ആ ഒരു സംഗതി ആലോചിച്ചാൽ തന്നെ എത്രമാത്രം ഗാംഭീര്യമുള്ളതും ഗൗരവമുള്ളതുമാണ് മഹ്ശറിന്റെ അവസ്ഥ എന്ന് മനസ്സിലാക്കാൻ പറ്റും. മുഹമ്മദ് നബിക്ക് പോലും റബ്ബിനോട് അങ്ങ് യഥേഷ്ടം സംസാരിക്കാനൊന്നും പറ്റൂല. നമ്മുടെ നാട്ടിൽ ഔലിയാക്കന്മാരെ പറ്റിയൊക്കെ പറയുന്ന കഥ കേട്ടാൽ അള്ളാന്റെ തോളിൽ കൈയിട്ട് നടക്കാന്ന് വിചാരിക്കും. ആ നിലക്കാ സംസാരം. ഔലിയാക്കന്മാരുടെ ഓരോ കാര്യങ്ങൾ പറയുന്നതും ഔലിയാക്കന്മാരുടെ കറാമത്തിന്റെ കള്ളക്കഥകൾ നാടുകളെ പ്രചരിപ്പിക്കുന്നത് കണ്ടാൽ എന്താണ്? മുൻഗർണക്കീർ വന്നിട്ട് ജീലാനിയുടെ ഒരു മുരീദിനെ ഖബറിൽ വന്ന് മൻ റബ്ബുക്കാന്ന് ഇസ്മാക്ക് പറയാൻ അറിയില്ല. കാരണം അയാൾ ഇസ്ലാം പഠിച്ചിട്ടില്ല. മൊയ്തീൻ ശേഖന്റെ മുരീദാണ് പോലും. അങ്ങനെ ആ മുറസബ എന്ന വടി കൊണ്ട് അടിക്കുമ്പോഴേക്കും മൊയ്തീൻ ശേഖ് അത് പിടിച്ചു വെച്ചു എന്നൊക്കെ പറയുന്ന കള്ളക്കഥകൾ നമ്മുടെ നാട്ടിൽ പ്രചാരത്തിലുണ്ട്. എന്നാൽ നിങ്ങൾ നോക്കൂ, ഔലിയാക്കന്മാരിൽ വെച്ച് ഏറ്റവും വലിയ വലിയായ, അമ്പിയാക്കളിൽ വെച്ച് ഏറ്റവും വലിയ നബിയായ, ഇതിനേക്കാൾ മുകളിൽ ഈ മനുഷ്യ സൃഷ്ടികൾക്കിടയിൽ ഒരാളെ ഉയർത്തി കാണിക്കാനില്ല. അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ തന്നെ ഏതൊരു സൃഷ്ടിയാണെങ്കിലും മനുഷ്യർക്കും ജിന്നുകൾക്കുമിടയിൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ മഹത്വവും സ്ഥാനവും പദവിയുമുള്ള ഒരാളുമില്ല. മഖാമ മഹ്മൂദ്, സ്തുത്യർഹമായ സ്ഥാനം, അവിടെയാണ് നബി നിൽക്കുന്നത്. ഏറ്റവും വലിയ സ്ഥാനത്താണ് നബി നിൽക്കുന്നത്. ആ നബിക്ക് കഴിയാത്തത്, നബിയുടെ അവസ്ഥ അള്ളാഹുവോട് സംസാരിക്കണമെങ്കിൽ എങ്ങനെ ഇവിടെ കാണാം. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്യും? ഫാത്തി തഹ്തൽ അർശ്, ഞാൻ ആദ്യം അർശിന്റെ താഴ്ഭാഗത്തേക്ക് ചെല്ലും. ഫാഖഉ സാജിദൻ ലിറബ്ബി അസ്സ വജൽ, ഞാൻ അങ്ങനെ എന്റെ റബ്ബിന്റെ അരികിൽ സുജൂദിൽ വീഴും. സുമ്മ യഫ്തഹുല്ലാഹു അലയ്യ മിൻ മഹാമിദിഹി, റബ്ബി എന്റെ അരികിലേക്ക് ചില സ്തുതിവാക്യങ്ങൾ തുറന്നു തരും. വഹുസ്നി സനാഇ അലൈഹി ശൈആ, ഏറ്റവും മികച്ച രീതിയിലുള്ള പ്രശംസാവാക്യങ്ങൾ. ലം യഫ്തഹു അലാ അഹദിൻ ഖബലി, ഇങ്ങനെയുള്ള സ്തുതിയുടെ വചനങ്ങൾ എനിക്ക് മുമ്പ് മറ്റൊരാൾക്കും ഒരു നബിക്കും ഒരാൾക്കും അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. അങ്ങനെയുള്ള സ്തുതിവാക്യങ്ങൾ ആ സമയത്ത് നബിയിലേക്ക് എത്തിച്ചു കൊടുക്കും. സുമ്മയുഖാലു, എന്നിട്ട് പറയപ്പെടും. കണ്ടോ, അപ്പം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അതിനു മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫഖറ സാജിദൻ എന്ന വേറെ ചില റിപ്പോർട്ടിൽ നബി സുജൂദിൽ അങ്ങ് വീഴും. 5 മിനിറ്റും 10 മിനിറ്റും അല്ല, ഒരു ദിവസവും 2 ദിവസവും അല്ല, ഒരു മാസവും 2 മാസവുമല്ല, ഒരു വർഷവും 2 വർഷവുമല്ല. ആ കാലയളവ് പറയാൻ കഴിയും. നബി സുജൂദിൽ കിടക്കുന്ന കാലുണ്ടല്ലോ, ദീർഘമാണ്. ഒരു ദിവസം തന്നെ നമുക്കറിയാം 50,000 കൊല്ലത്തിന്റെ വലിപ്പാണ്. ഒരാളും കൊണ്ടില്ല നബി സുജൂദിൽ. ഇനി ആരോട് പറയാനാ? അള്ളാഹുവിനോട് ഞങ്ങളുടെ വിചാരണക്കെടുക്കണം എന്നാര് പറയുമെന്ന് അന്വേഷിച്ചിട്ടാണ് ഈ റസൂലുമാരുടെ അരികിലേക്ക്, ഉലുൽ അസ്മിന്റെ അരികിലൊക്കെ അവരെത്തിയത്. അവരെല്ലാം കൈയൊഴിഞ്ഞു മുഹമ്മദ് നബിയിലേക്ക് വിട്ടു. എന്നാൽ മുഹമ്മദ് നബി ഒരെണ്ണം തേടുകയില്ല. ഫഖറ സാജിദൻ, അദ്ദേഹം സുജൂദിൽ വീണു. അഹ്ഖാബ് എന്ന യുഗങ്ങളോളം അദ്ദേഹം സുജൂദിൽ തന്നെ ഒരുപാട്, നമുക്ക് കാലയളവ് നിർണ്ണയിക്കാൻ സാധ്യമല്ല. ഇനി വേറൊരാളോടും, ഇനി നബി അവിടുന്ന് ആ സുജൂദിൽ നിന്ന് എഴുന്നേൽക്കുന്നത് വരെ ആരോടും മിണ്ടുകയില്ല. ലാ യസ്മഊന ഇല്ലാ ഹംസ, നെടുവിശ്വാസങ്ങളല്ലാതെ മറ്റൊന്നും വന്ന് കേൾക്കുകയുമില്ല. അങ്ങനെ അവസാനം അദ്ദേഹത്തിന് ഈ പഠിപ്പിച്ചു കൊടുത്ത വാക്യങ്ങൾ ഉരുവിട്ടുകൊണ്ട് അദ്ദേഹം സുജൂദിൽ വീഴും. സ്തുതികൾ പറഞ്ഞുകൊണ്ട് സുജൂദിൽ വീഴും. അവസാനം ഫയുഖാലു, പറയപ്പെടും, യാ മുഹമ്മദ്, ഓ മുഹമ്മദേ, ഇർഫ റഅസക, നിന്റെ തല നീ ഉയർത്തുക. സൽ, ചോദിച്ചോളൂ, തൊഴുത്താ നിനക്ക് ലഭിക്കും. വഷ്ഫഅ, ശഫാഅത്ത് ചെയ്തോളൂ, ശുപാർശ ചെയ്തോളൂ. തുശഫഅ, നിന്റെ ശുപാർശ സ്വീകരിക്കപ്പെടും. അത് പറയുമ്പോഴാണ് അങ്ങനെ സമ്മതം കിട്ടി, സംസാരിക്കാൻ സമ്മതം കിട്ടി. ഫഅറഫഉ റഅസി, ഞാൻ എന്റെ തല ഉയർത്തും. അതുവരെ സുജൂദിലാണ്, ദീർഘമായ സുജൂദ്. ഞാൻ എന്റെ തല ഉയർത്തും.
ഫയുഖാലു പറയപ്പെടും, യാ മുഹമ്മദ് അദ്ഖിൽ മിൻ ഉമ്മത്തിക മാ ലാ ഹിസാബ അലൈഹിം മിനൽ ബാബിൽ ഐമനി മിൻ അബ്വാബിൽ ജന്ന. നീ സ്വർഗത്തിന്റെ വലതുഭാഗത്തുള്ള ബാബുൽ ഐമനിലൂടെ വിചാരണ കൂടാതെ പ്രവേശിപ്പിക്കുന്ന ആളുകളെ നീ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിച്ചോളൂ എന്ന് പറയും. ഇത് അടുത്ത ഘട്ടമാണ്. ഏതായിരുന്നാലും ആദ്യഘട്ടത്തിൽ മുഹമ്മദ് നബി ഉമ്മത്തി ഉമ്മത്തി എന്നാണ് എന്റെ ഉമ്മത്ത് എന്റെ ഉമ്മത്ത്. അവർ അനുഭവിക്കുന്ന അവസ്ഥകൾ കണ്ടില്ലേ, അവരൊന്ന് വിചാരണക്കെടുക്കുമോ റബ്ബേ എന്ന് പറയും. അങ്ങനെയാണ് മഹ്ശറിൽ വിചാരണ ആരംഭിക്കുക. വിചാരണ ആരംഭിക്കുന്നതിന് മുമ്പ് ഏടുകൾ നിവർത്തപ്പെടും. സത്യവിശ്വാസികൾക്ക് അവരുടെ വലത് കൈയിൽ മുൻഭാഗത്തും സത്യനിഷേധികൾക്ക് അവരുടെ ഇടത് കൈയിൽ പിറകുഭാഗത്തുകൂടെയുമാണ് ഏടുകൾ നൽകപ്പെടുക. അള്ളാഹു ഏടുകൾ നൽകപ്പെടുന്ന ഈ അവസ്ഥയെക്കുറിച്ച് നമുക്ക് ഇൻഷാ അല്ലാഹ് പിന്നീട് ചർച്ച ചെയ്യാം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഗൗരവവും ഗാംഭീര്യവും ഭയവും അസ്വസ്ഥതയും വെപ്രാളവും നിറഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിൽ സമാധാനവും ആശ്വാസവും ലഭിക്കുന്ന സച്ചരിതരായ തൗഹീദിന്റെ ആളുകളിൽ നമ്മെല്ലാം ഉൾപ്പെടുത്തുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ് ഫൗസീകും സാനിയം വഇയ്യായ ബിതഖ്വല്ലാഹ്. റബ്ബിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിതം ശുദ്ധീകരിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ന് ദുൽഹിജ്ജ 1. നമുക്കറിയാം, ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസങ്ങൾ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം റമദാൻ കഴിഞ്ഞാൽ അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ദിവസങ്ങളാണ്. ദുൽഹിജ്ജ മാസം പവിത്ര മാസങ്ങളിൽ 4 മാസങ്ങളിൽ ഉൾപ്പെട്ട ഒന്നാണ് എന്ന് നമുക്കറിയാം. ഹജ്ജിന്റെ മാസങ്ങളാണ് എന്നറിയാം. അതുകൊണ്ട് തന്നെ ഈ മാസത്തെക്കുറിച്ച് റമദാനിൽ ജാഗ്രത കാണിക്കുന്നത് പോലെ അമലുകളിൽ പ്രത്യേകിച്ച് ദിക്റുകളാണ്, കൂടുതൽ ദിക്റുകൾ, ഖുർആൻ പാരായണം, നോമ്പ്, സുന്നത്തായ നോമ്പുകൾ, സദഖകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പ്രത്യേകം ജാഗ്രത പുലർത്തണം. അതേപോലെ നിർബന്ധ ബുദ്ധിയോടുകൂടി സാധിക്കുന്ന ആളുകളൊക്കെ തന്നെയും 10-ാം തീയതിയിലെ ബലികർമ്മത്തിൽ പങ്കെടുക്കണം. ആ നിലവാരത്തിൽ ഒന്ന് ദുനിയാവിൻ്റെ ആവശ്യങ്ങളൊക്കെ ഒന്ന് കുറച്ചുവെച്ച് ഇബാദത്തുകൾക്ക് കൂടുതൽ സമയം കണ്ടെത്തേണ്ട റമദാൻ കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസങ്ങൾ. ഏറ്റവും വിശിഷ്ടമായ രാത്രി അത് ലൈലത്തുൽ ഖദറിന്റെ രാത്രിയാണെങ്കിൽ ഏറ്റവും വിശിഷ്ടമായ പകൽ അത് ദുൽഹിജ്ജ 10ന്റെ പകലാണ് എന്നാണ് പണ്ഡിതന്മാർ ഇജ്മാ ആയി തന്നെ പഠിപ്പിച്ചിരിക്കുന്നത്. മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, അന്നാസു ഫീ ഗഫ്ലത്തിൻ അൻ അശ്രി ദുൽഹിജ്ജ. ദുൽഹിജ്ജയെ സംബന്ധിച്ച് ഭൂരിപക്ഷം ജനങ്ങളും അശ്രദ്ധയിലാണ്. ശരിയാണ്, റമദാനിനെ നോക്കുന്ന പോലെ പലരും എന്ത് ചെയ്യാറില്ല, ദുൽഹിജ്ജയെ പരിഗണിക്കാറില്ല. അതുകൊണ്ട് ഫഅലാ തലബത്തിൽ ഇൽമി, താലിബുൽ ഇൽമുകൾക്ക്, അറിവ് അന്വേഷിക്കുന്നവർക്ക്, ദായിമാർക്കൊക്കെ ഒരു ബാധ്യതയുണ്ട്. അൻ യുബയ്യിനു ഫദ്ലഹ ലിൽ ആമ്മ, പൊതുജനങ്ങൾക്കൊക്കെ ഈ മാസത്തിന്റെ പ്രത്യേകത ഫദ്ല് അത് പഠിപ്പിച്ചു കൊടുക്കണം. ഫൽ ആമത്തു യുഹിബ്ബൂനൽ ഖൈർ, പൊതുജനങ്ങളൊക്കെ നന്മ ഇഷ്ടപ്പെടുന്നവരാണ്, അവർക്കത് പഠിച്ചിട്ട് വേണം നടപ്പാക്കാൻ. അതുകൊണ്ട് അവർക്ക് നിങ്ങളത് പഠിപ്പിച്ചു കൊടുക്കണം. വലാകിൻ ഖദ് ഗഫല തലബത്തുൽ ഇൽമി അൻ തൻബീഹിഹിം, സാധാരണക്കാരെ ഈ ദുൽഹിജ്ജയുടെ പ്രാധാന്യം പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യത്തിൽ ജനങ്ങളൊക്കെ അശ്രദ്ധരാണ് എന്ന് മുഹമ്മദ് സാലിഹ് ഉസൈമീൻ അദ്ദേഹത്തിന്റെ മജ്മൂ ഫത്താവ റസായിൽ പറഞ്ഞ് നമുക്ക് കാണാൻ സാധിക്കും. ഈ ആയത്തെന്ന് പറഞ്ഞാൽ നന്മകൾക്ക് മറ്റു ദിവസങ്ങളിൽ കിട്ടുന്നതിനേക്കാൾ പ്രതിഫലം ഉണ്ടാകും. ഈ പവിത്രമാസങ്ങളിൽ അമല് ചെയ്താൽ അമല് ചെയ്തതിന്റെ കൂലിയുമുണ്ട്, പവിത്രമാസത്തെ പരിഗണിച്ചതിന്റെ കൂലിയുമുണ്ട്. അപ്പം നന്മകൾ ഇരട്ടിയാകും, പ്രത്യേകിച്ചും ആദ്യത്തെ 10 ദിവസങ്ങൾ. അള്ളാഹുവിന് അമലുകൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ദിവസങ്ങളാണ്. ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസങ്ങൾ. നമ്മൾ ചെയ്യുന്ന അമൽ എന്താണെങ്കിലും, സുന്നത്ത് നോമ്പാണെങ്കിലും, ഖുർആൻ പാരായണമാണെങ്കിലും, ദിക്റുകളാണെങ്കിലും, സദഖയാണെങ്കിലും അതിനൊക്കെ ധാരാളമായി പ്രതിഫലം കിട്ടും. ഇസ്തിഗ്ഫാർ ചെയ്യുന്നവർക്ക് ധാരാളമായി പാപങ്ങൾ പൊറുക്കപ്പെടും. നമ്മുടെ വീഴ്ചകളൊക്കെ എമ്പാടും അള്ളാഹു പരിഹരിച്ചു തരും. പദവികൾ ഉയർത്തപ്പെടും. പ്രാർത്ഥനകൾക്കൊക്കെ മറ്റു കാലങ്ങളെക്കാൾ കൂടുതൽ ഉത്തരം കിട്ടും. ഇങ്ങനെ വ്യത്യസ്തമായ നന്മകൾ കൊണ്ട് സജീവമാക്കേണ്ട ദിനങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത്. ഒന്നാമത്തെ കാര്യം, അള്ളാഹു ഈ 10 രാവുകളെ കൊണ്ട് ആണയിട്ട് സംസാരിച്ചിട്ടുണ്ട്. അള്ളാഹു ഒരു കാര്യത്തെ കൊണ്ട് സത്യം ചെയ്യണമെങ്കിൽ അതിന് പ്രത്യേകതയുണ്ടാകും. വൽ ഫജ്ർ വലയാലിൻ അശ്ർ, പ്രഭാതം തന്നെ സത്യം, 10 രാവുകളാണ് സത്യം. ആ 10 രാവുകൾ ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 രാവുകളാണ് എന്നതാണ് ഭൂരിപക്ഷ അഭിപ്രായം. രണ്ടാമതായി, അള്ളാഹു ഈ ദിവസങ്ങളെ അയ്യാമും മഅലൂമാത്ത് എന്ന് വിശേഷിപ്പിച്ചിരുന്നു. അറിയപ്പെട്ട 10 ദിവസങ്ങൾ, അറിയപ്പെട്ട ദിനങ്ങൾ. വയദ്കുറു സ്മല്ലാഹി ഫീ അയ്യാമിൻ മഅലൂമാത്തിൻ അലാ മാ റസഖഹും മിൻ ബഹീമത്തിൽ അൻആം, കന്നുകാലികൾ നിങ്ങൾക്ക് റിസ്ക്കായി തന്നതിനെ എടുത്ത് ഈ അറിയപ്പെട്ട നാളുകളിൽ നിങ്ങൾ അള്ളാഹുവിന്റെ നാമം സ്മരിക്കണം, എന്നാൽ ബലിയിറക്കണം എന്നത് പ്രത്യേകം പ്രാധാന്യമുണ്ട് എന്ന് ഇവിടെ കാണാൻ സാധിക്കും. ഹാജിമാർക്ക് ഹജ്ജിന്റെ ഭാഗമായിട്ട് നിർവഹിക്കണം. ഹാജിമാരല്ലാത്തവർക്കും
10ാമത്തെ ദിവസം ബലിയറക്കുക എന്നത് പ്രത്യേകം പുണ്യമുള്ള കാര്യമാണ്. 3ാമത്തെ കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അഫ്ളലു അയ്യാമി ദുനിയ, ദുനിയാവിലെ ദിവസങ്ങളിൽ 300 ചില്ലാനം ദിവസങ്ങളിൽ 360-ലേറെ ദിവസങ്ങളിൽ ഏറ്റവും ഉത്കൃഷ്ടമായ ദിവസം എന്ന് വിശേഷിപ്പിച്ചത് ഈ ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ ദിവസങ്ങളെയാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ അനി നബി അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിക്കുന്നു, നബി പറഞ്ഞു, മാമിൻ അയ്യാമിൻ അഅളമു ഇൻദല്ലാഹി വലാ അഹബ്ബ ഇലൈഹി അൽ അമലു ഫീഹിന്ന, അല്ലാഹുവിന്റെ അരികിൽ ഏറ്റവും മഹത്വമുള്ളതും കർമ്മങ്ങൾക്ക് അല്ലാഹുവിന്റെ അരികിൽ ഏറ്റവും പ്രിയങ്കരമായിട്ടുള്ളതുമായ ദിവസങ്ങൾ മിൻ ഹാദിഹിൽ അയ്യാമിൽ അശ്ർ, ഈ 10 ദിവസങ്ങളെക്കാൾ മറ്റൊന്നില്ല. അപ്പൊ അഫ്ളലു അയ്യാം എന്ന് പറയുന്നത് ഇന്നത്തെ ഈ ദിവസം മുതൽ അടുത്ത 10 ദിവസങ്ങളാണ്. ഇന്ന് ദുൽഹിജ്ജ 1, അങ്ങനെ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങൾ, അതാണ് എന്ത് ഈ അല്ലാഹുവിന്റെ അരികിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം. അതുകൊണ്ട് ഫഅക്സിറൂ ഫീഹിന്ന മിനത് തഹ്ലീലി വത്തക്ബീരി വത്തഹ്മീദി, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, അൽഹംദുലില്ലാഹ് എന്ന ദിക്റുകൾ നിങ്ങൾ വർദ്ധിപ്പിക്കണം. പെരുന്നാളിലെന്ന് മാത്രമല്ല, എല്ലാ ദിവസവും അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്, എല്ലാ നിലക്കും അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇങ്ങനെ ദിക്റുകളൊക്കെ തന്നെ എല്ലാ ദിക്റുകളും സുബ്ഹാനല്ലാഹി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, നമുക്ക് ദിക്റുകൾ വർദ്ധിപ്പിക്കണം. ഇമാം അഹ്മദ് അദ്ദേഹത്തിന്റെ സുനനിൽ സ്വഹീഹായി ഉദ്ധരിച്ചു, മൽ അമലു ഫീ അയ്യാമിൻ അഫ്ളല മിൻഹാ ഫീ ഹാദി, ഈ ദിവസത്തെക്കാൾ ഉത്കൃഷ്ടമായ ദിവസങ്ങളിൽ ഒരു അമലുമില്ല. അമലുകൾ ഏറ്റവും ഉത്കൃഷ്ടം, നമ്മുടെ അമലുകൾ ഏറ്റവും ഫളിലുള്ള അമലുകളാകുന്നത് ഈ ദിവസങ്ങളിലാണ്, മറ്റൊന്നില്ല എന്ന് നബി പറഞ്ഞപ്പോൾ ഖാലു, സഹാബികൾ ചോദിച്ചു, വലൽ ജിഹാദ്, അല്ല ജിഹാദിന്റെ ദിവസങ്ങളും ഇല്ലേ? യുദ്ധം ചെയ്യുന്ന ദിവസമുണ്ടല്ലോ, അതിന് ഇതിനേക്കാൾ പ്രത്യേകതയില്ലേ? ഖാല, നബി പറഞ്ഞു, വലൽ ജിഹാദ്, ഇല്ല, ജിഹാദിന്റെ ദിവസങ്ങളുമില്ല. ഇല്ലാ റജുലുൻ ഖറജ യുഖാതിറു ബിനഫ്സിഹി വമാലിഹി ഫലം യർജി ബിശൈ, ജിഹാദിന്റെ ദിവസങ്ങൾക്ക് ഈ പ്രത്യേകത ഉണ്ടാകണമെങ്കിൽ ഒരാൾ തന്റെ ദേഹവും ശരീരവുമായി ജിഹാദിലേക്ക് ഇറങ്ങുകയും എന്നിട്ട് അദ്ദേഹം അത് അവിടെ തന്നെ സമർപ്പിക്കുകയും ശരീരവും ധനവും തിരിച്ചു വരാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് മാത്രമേ ഈ ഒരു പദവിയുള്ളൂ. അപ്പൊ ജിഹാദിനിറങ്ങി സ്വത്തും ശരീരവും റബ്ബിൽ സമർപ്പിച്ച രക്തസാക്ഷിയായ ഒരാൾക്ക് തുല്യമായ പ്രതിഫലമാണ് ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസങ്ങളുടെ ഇബാദത്തുകൾക്കും എല്ലാ സത്യവിശ്വാസികൾക്കും മുവഹ്ഹിദുകൾക്കും അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, ഏറ്റവും അഫ്ളൽ എന്നൊരിടത്ത്, മറ്റൊരിടത്ത് മാമിൻ അയ്യാമിൻ അൽ അമലു സ്വാലിഹു ഫീഹിന്ന അഹബ്ബു ഇലല്ലാഹി മിൻ ഹാദിഹിൽ അയ്യാമിൽ അശ്ർ എന്ന് വ്യക്തമായി പറഞ്ഞു. 4ാമതായി അറഫാ ദിനം ഇതിലാണുള്ളത്. ഈ 10 ദിവസങ്ങളിൽ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടത് അറഫാ ദിനമാണ്. എന്നാണോ ഹാജിമാർ അറഫയിൽ നിൽക്കുന്നത് അന്നാണ് അറഫാ ദിനം. ഇന്നത് തിരിച്ചറിയാനൊന്നൊരു പ്രയാസവുമില്ല, നമുക്ക് കൃത്യമായിട്ടറിയാം. അടുത്ത ശനിയാഴ്ച ഹാജിമാർ അറഫയിൽ നിൽക്കും. ആ ദിവസത്തിലാണ് അറഫാ നോമ്പ്. അതിന്റെ പേര് സൗമു യൗമി അറഫ എന്നാണ്. അറഫാ ദിനത്തിലെ നോമ്പ് അത് പ്രത്യേകം വലുതാണ്. അറഫയിൽ നിൽക്കുന്ന ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം ഉമ്മ പ്രസവിച്ച കുഞ്ഞിനെ പോലെ എല്ലാ പാപങ്ങളും ശുദ്ധീകരിക്കപ്പെട്ട് തെളിഞ്ഞ ഹൃദയവുമായി അവർ മടങ്ങി വരുന്ന ഒരു ദിവസമാണ്. അള്ളാഹു ഇങ്ങനൊരു ദിവസം ലോകത്ത് വേറെ കൊടുത്തിട്ടില്ല. ആ അറഫാ ദിനത്തിൽ മനസ്സിലായില്ലേ, നരകത്തിൽ നിന്ന് പ്രത്യേക മോചനം, മിനന്നാർ, ഏറ്റവും കൂടുതൽ ആളുകൾക്ക് അള്ളാഹു നരകമോചനം കൊടുക്കുന്നത് അറഫാ ദിനത്തിലാണ്. അങ്ങനെ വിശേഷിപ്പിക്കപ്പെട്ട ഒരു ദിനമാണ് അറഫാ ദിനം. നരകമോചനത്തിന്റെ, പാപമോചനത്തിന്റെ ദിക്റുകൾ വർദ്ധിപ്പിക്കേണ്ട, പൊതുവെ ഈ മാസത്തിൽ ആദ്യത്തെ 10കളിൽ പ്രത്യേകിച്ചും ദിക്റുകൾ വർദ്ധിപ്പിക്കണം, അറഫാ ദിനത്തിൽ പ്രത്യേകിച്ചും. അബൂ ഖതാദയിൽ നിവേദനം ചെയ്യപ്പെടുന്ന ഇതിൽ കാണാം, അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, നബി പറഞ്ഞു, സിയാമു യൗമി അറഫ, അറഫാ ദിനത്തിലെ നോമ്പ്. അറഫാ ദിനത്തിലെ നോമ്പ്. ഇനി നമ്മുടെ നാട്ടിൽ മാസം കണ്ടില്ല എന്ന് പറഞ്ഞിട്ട് ഈ നോമ്പ് ആരും പാഴാക്കി കളയരുത്. അത് അറഫാ ദിനത്തിൽ നോൽക്കണം. ഇന്നി അഹ്തസിബു അലല്ലാഹ്, ഞാൻ വിചാരിക്കുന്നു അള്ളാഹുവിന്റെ പേരിൽ, അൻ യുകഫിറ സന അല്ലത്തി ഖബലഹു വസ്സനത അല്ലത്തി ബഅദഹു, കഴിഞ്ഞുപോയ ഒരു വർഷത്തെ പാപങ്ങളും വരാനിരിക്കുന്ന ഒരു വർഷത്തെ പാപവും അള്ളാഹു സുബ്ഹാനഹു വ തആല മാപ്പ് നൽകും, മായ്ച്ചു കളയും. അറഫാ നോമ്പ് ആരും അതിൽ വീഴ്ച വരുത്താൻ പാടില്ല. 5ാമതായി യൗമുൻ നഹർ, ബലിദിനം. ഉളുഹിയത്ത് ഇറക്കണം, കഴിവുള്ളവരൊക്കെ എന്ത് ചെയ്യണം? ബലിയിറക്കണം എന്നുള്ള ഒരു പ്രത്യേകത ഇതിലുണ്ട്. ഹാജിമാരും അന്ന് തന്നെയാണ് ബലിയിറക്കുന്നത്. ഹാജിമാരുടെ അൽ ഹജ്ജുൽ അക്ബർ, പ്രധാനപ്പെട്ട 5 കർമ്മങ്ങൾ നടക്കുന്നത് ഈ ദിവസങ്ങളിലാണ് എന്ന് നമുക്കറിയാം. അതിലൊന്ന് യൗമുൻ നഹറാണ്. അഅ്ളമുൽ അയ്യാമി ഇൻദല്ലാഹി യൗമുൻ നഹർ, അള്ളാഹുവിന്റെ അരികിൽ ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും മഹത്വമേറിയ ദിവസം ബലിദിനമാണ്. അന്ന് ഒരാടിനിറക്കാൻ കഴിയുന്നവർ ആടിനിറക്കണം.
അതല്ല ഒരു മാടിനെ ഇറക്കുന്നവർ ഷെയർ കൂടാൻ കഴിയുന്ന അതെങ്കിലും ചെയ്യണം. സ്വന്തമായിട്ട് ഇറക്കാൻ കഴിയുന്നവർ അങ്ങനെ ചെയ്യണം. കൂടുതൽ ഇറക്കാൻ കഴിയുന്നവർ അങ്ങനെ സാധിക്കണം. ഒരു കുടുംബത്തിലേക്ക് ഒന്ന് തന്നെ അറുത്താൽ മതിയാകും. നബി കുടുംബത്തിനു വേണ്ടി എന്ന് പറഞ്ഞിട്ടാണ് ബിസ്മില്ല അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് ബലി അറുത്തത് എന്ന് കാണാൻ സാധിക്കും. ബലി അറക്കുന്ന കാര്യത്തിൽ ആരെങ്കിലും അമാന്തം കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിലും അതിന് പരിശ്രമിക്കുക എന്നുള്ളതാണ് ബലിയുടെ ദിനം. ആറാമതായി പ്രധാനപ്പെട്ട ഒരുപാട് ഇബാദത്തുകൾ ഒരുമിച്ച് വരുന്ന ദിവസങ്ങൾ എന്നത് ഈ ആദ്യത്തെ 10 ദിവസം പത്തിൽ. കാരണം സുന്നത്ത് നോമ്പുകൾ 9 ദിവസങ്ങൾ കാന സല്ലല്ലാഹു അലൈഹി വസല്ലം യസൂമു തിസ്അ ദുൽഹിജ്ജ എന്നാണ്. നബി ദുൽഹിജ്ജയിലെ 9 ദിവസങ്ങൾ നോമ്പെടുത്തിരുന്നു. നോമ്പെടുത്തിരുന്നില്ല എന്ന് പറഞ്ഞ റിപ്പോർട്ടിന് നോമ്പ് എടുക്കാതിരുന്നിട്ടുമുണ്ട്. അത് സുന്നത്തായതുകൊണ്ടാണ്. നബി എല്ലാ ദുൽഹിജ്ജയിലും 9 നോമ്പും എടുത്താൽ അത് വാജിബാണ് എന്ന് ആളുകൾ കരുതിപ്പോകുമെന്നതിനാൽ ചിലപ്പോൾ നബി ചില നോമ്പുകൾ ഉപേക്ഷിച്ചിട്ടായിരിക്കാം. പക്ഷേ നോമ്പ് എടുത്തിരുന്നുവെന്നും ഉമ്മു സലമ ബിവിയിൽ നിവേദനം നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എന്താണ് സുന്നത്ത് നോമ്പുകൾ എടുക്കുക, നോമ്പുണ്ട്. പിന്നെ ബലി ഇറക്കണം, അത് പാവങ്ങൾക്ക് കൊടുക്കണം. സദക്കയുണ്ട്. അപ്പോൾ എന്താണ് ബലിയും സദക്കയും ഒക്കെ നൽകും. ആ കൂട്ടത്തിൽ ഹജ്ജുണ്ട്. ഹജ്ജ് ദുൽഹജ്ജ് 8 മുതൽ ഹജ്ജ് ആരംഭിച്ചു. ഹജ്ജിലെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മങ്ങൾ 8-നും 9-നും 10-നുമാണ്. അതുകൊണ്ട് തന്നെ ഹജ്ജും സദക്കയും നോമ്പും ദിക്റും നിസ്കാരവും എല്ലാം ഒരുമിച്ച് വരുന്ന എന്താണ് പറയുക ഇബാദത്തുകളുടെ വലിയ വലിയ ഇബാദത്തുകളുടെ ഒരു സമന്വയം. എല്ലാ ഇബാദത്തുകളും ഉമ്മഹാത്തുൽ ഇബാദ, വലിയ ഇബാദത്തുകളെല്ലാം ഒരുമിച്ച് വരുന്ന ഒരു സന്ദർഭമാണ് ഇത്. അത് ഹാഫിദ് ഇബ്നു അസ്ഖലാനി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എല്ലാ എന്താണ് സ്വലാത്തും സിയാമും സദഖയും ഹജ്ജും ഇതുപോലെ ഈ സന്ദർഭങ്ങളെല്ലാം മറ്റൊരിക്കലും ലോകത്ത് ഒരു വർഷത്തിൽ ഒരുമിച്ച് വരികയില്ല. ഇതെല്ലാം ഒരുമിച്ച് വരുന്നു എന്നതിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. മുസലമ ബീവി പറയുന്നു, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസൂമു തിസ്അ ദുൽഹിജ്ജ വ യൗമ ആശൂറ വ സലാസത അയ്യാമിൻ മിൻ കുല്ലി ശഹർ. ദുൽഹിജ്ജയിലെ 9 ദിവസങ്ങളിലും, 9-നല്ല, ദുൽഹിജ്ജയിലെ 9 ദിവസങ്ങളിലും അതേപ്രകാരം തന്നെ ആശൂറയിനും അതേപോലെ എല്ലാ മാസത്തിലെ 3 ദിവസങ്ങളിലും നബി നോമ്പെടുത്തിരുന്നു എന്ന് ഉമ്മു സലമ ബീവിയിൽ നിവേദനം കാണാം. വദ്കുറുല്ലാഹ ഫീ അയ്യാമിൻ മഅദൂദാത്ത്, എണ്ണപ്പെട്ട നാളുകളിൽ നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കണമെന്ന് പറഞ്ഞതും ഈ ദിവസത്തെക്കുറിച്ചാണ്. ബലി അറക്കാൻ തീരുമാനമെടുത്ത ആളുകൾ ഈ 1-ാം തീയതി മുതൽ, അതായത് ഇന്ന് മുതൽ അവർ നഖം വെട്ടാതിരിക്കുക, മീശ വെട്ടാതിരിക്കുക, രോമങ്ങളൊന്നും എടുക്കാതിരിക്കുക എന്നുള്ളത് സുന്നത്തായ കാര്യമാണ്. അത് കഴിവതും പാലിക്കണം. ഇനിയിപ്പോൾ ഒരാൾക്ക് ഇതുവരെ അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല, അടുത്ത ദിവസങ്ങളിലാണ് ഈ ബലിയിറക്കാനുള്ള ഒരു സാഹചര്യം ഒത്തുവന്നെങ്കിൽ അന്ന് ആ സമയം മുതൽക്ക് അവർ അപ്രകാരം ചെയ്യുക. അങ്ങനെ ഒരുങ്ങുന്ന ആളുകളും എന്ത് ചെയ്യണം, അപ്രകാരം പ്രവർത്തിക്കണം എന്നുള്ളത് സാന്ദർഭികമായിട്ട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മാസത്തിന്റെ മഹത്വങ്ങൾ സ്വന്തമാക്കാൻ ബോധപൂർവം ഇബാദത്തുകൾ സജീവമാകുന്ന, പള്ളികളുമായി കൂടുതൽ ബന്ധം പുലർത്തുന്ന, പ്രത്യേകിച്ച് ദിക്റുകൾ വർദ്ധിപ്പിക്കുന്ന സച്ചരിതരായ സത്യവിശ്വാസികളിൽ നമ്മയെല്ലാം ഉൾപ്പെടുത്തുമാറാകട്ടെ. രോഗം കൊണ്ട് വിഷമിക്കുന്നവർ വീടുകളിലും ഹോസ്പിറ്റലുകളിലുമുണ്ട്. നാളെ നമ്മുടെ എൻ്റെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്തിന് നാളെ ഒരു പ്രധാനപ്പെട്ട സർജറി നടക്കുന്നുണ്ട് എറണാകുളത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെ രോഗം ശിഫയാക്കി കൊടുക്കട്ടെ, അത് എളുപ്പമാക്കി കൊടുക്കട്ടെ. രോഗികളായ മുഴുവൻ ആളുകൾക്കും അല്ലാഹു ശിഫ പ്രദാനം ചെയ്യുമാറാകട്ടെ. മരണപ്പെട്ടുപോയ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാവട്ടെ. ഈ മാസത്തിൻ്റെ മഹത്തായ പുണ്യം സ്വന്തമാക്കാനുള്ള ഊർജ്ജവും വീര്യവും പ്രേരണയും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം നൽകുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم لا تدع لنا ذنبا إلا غفرته ولا هما إلا فرجته ولا مرضا إلا شفيته ولا دينا إلا قضيته ولا حاجة من حوائج الدنيا والآخرة إلا قضيتها يا أرحم الراحمين.